ദൃശ്യം 3 കണ്ടി ലീവ് പോയി. ഇന്നത്തെ പരിപാടി ദൃശ്യം 3 കാണാൻ പോകുന്ന. രാവിലെ എണീച്ചിട്ടുണ്ട്. 8 മണീൻ്റെ ഫാൻ ഷോ ആണ് പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ഫാൻ ഷോ ആണ് കാണാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണുള്ളത്. പിന്നെ നമുക്ക് പോയിട്ട് എന്താവുമെന്ന് നോക്കാം. വണ്ടി എടുത്തിട്ട് ചലിക്കാം. വണ്ടി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് എല്ലാം ഇട്ട് സെറ്റായി വണ്ടിയൊക്കെ എടുത്ത് നേരെ തിയേറ്ററിലേക്ക് പോവാം. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യുമെന്ന് അറിയില്ല. ദൈവേ കാക്കണേ നനക്കറേ. ഞാൻ ആദ്യമായിട്ട് യുവൽ നിന്ന് സിനിമ കാണുന്നു. ഫസ്റ്റ് ഫാൻ ഷോ ആണ്. ഫാൻ ഷോന് ഇങ്ങനെ ക്യൂ നിന്നിട്ടെല്ലാം കയറണമെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നു. 150 പൈസ എത്രയോ അധികം കൊടുക്കുകയും ചെയ്തു. എനിക്ക് ഇങ്ങനെ ക്യൂ നിൽക്കണോ? സീറ്റും ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഇരുന്ന് കാണല തന്നെ. എൻ്റെ ടിക്കറ്റുമായിട്ട് 2 ആൾക്കാർ വന്നിട്ടുണ്ട്. ഒന്ന് കളിക്കുന്നു. ബ്രോ ടിക്കറ്റ് എടു ബ്രോ. ടിക്കറ്റും കിട്ടി. എന്താടാ ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഞാൻ എത്ര മണിക്ക് വന്നിനി? ഒലക്കാന്ന് 5 മിനിറ്റ് മുമ്പൊന്നുമല്ല. ഞാൻ 1/2 മണിക്കൂർ മുന്നേ എത്തി. ഞാൻ അന്ന് നിന്നിട്ടാണ് ഇവിടെ എത്തിയത്. ലീവാക്കിയത് വേറെ കുറച്ച് ചില്ലറ ആവശ്യങ്ങളുണ്ടാവും. ക്യൂ നടന്ന് നീങ്ങുന്നുണ്ട്. ക്യൂ നിന്ന് സിനിമ ഇട്ടിരാം. സിനിമ ഇട്ടിരാം. ഞാനും അത് പൈസ അധികം കൊടുത്തു നോക്കാം. കട്ടൗട്ടുണ്ട്. എന്താ പിന്നെ ഫുള്ള് മോഹൻലാലിന്റെ പോസ്റ്റർ. സ്പോയിലർ പറയാൻ പടം കണ്ടിട്ടില്ല. എന്നിട്ട് പറയാം. ഇനി നമ്മൾ സ്പോയിലർ നടത്തും. ജോർജ് കുട്ടിക്ക് വേറൊരു പോയി. ഇപ്പൊ ഹാഷിറല്ലേ ക്യാമിയോല് മെയിൻ. അടുത്ത വീതം ടിക്കറ്റ് ഇതാട്ടാ. അപ്പുറത്തിരുന്നാലോ. ഇത് മറ്റേ ഇതൊന്നും ഇല്ലട്ടാ. സീറ്റ് നമ്പർ ഒന്നുമില്ല. കിട്ടിയടിക്കിരിക്കലാണ് പരിപാടി അല്ലേ? സീറ്റ് നമ്പർ ഒന്നുമില്ല. എവിടെയാ കിട്ടുന്ന ചാടെ പോയിരിക്കുക. ഇന്റർവെല്ലിൽ ഇറങ്ങി ഞാൻ ബേക്ക് പോയിരിക്കും. ആരും ചോദിക്കുക. ചോദിച്ചു ചോറ തന്നെ ഗഡ് കൽപ്പിച്ചിട്ട് വന്നു. ഇന്ന് ലാലേട്ടൻ്റെ പിറന്നാളായിരുന്നു. പിറന്നാൾ ദിവസത്തിലാണ് പടം റിലീസായത്. അതിൻ്റെ ഭാഗമായിട്ട് ലാലേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള മുട്ടായി ആണ് എല്ലാവരും കൊടുക്കുന്നത് ഫാൻസുകാർ. ഹാഫ് ടൈം ഫസ്റ്റ് ഹാഫ് പൊളി. ഒന്നും പറയാനില്ല. ലേഗ് അടിക്കുന്നില്ല. സ്മൂത്തിൽ പോയി പടം. അടിപൊളി പടം. എന്താ പോലെ മാരകം പടം കണ്ട് പടം പൊളിപ്പടം. പൊളി ഒന്നും പറയാനില്ല. പടം പൊളി ഒന്നും പറയാനില്ല. ഇന്റർവ്യൂ ഒന്നും കഴിക്കാൻ കഴിയില്ല. അടിപൊളി പടം. അടിപൊളി ഒരു രക്ഷയില്ല പടം. ത്രില്ലിങ്. എല്ലാരും കാണും. മസ്റ്റ് വാച്ച്. പൊളി തകർത്ത് ഷുഗറിന്റെ പക്ഷെ ഒരു സന്തോഷത്തിന് ഇത് മാത്രം എടുത്തു. പൊളി. പറഞ്ഞില്ലേ ഒന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. ചങ്ങായി വെറുതെ ചാമ്പി കളിക്കതാണ്. രോമാഞ്ചല എനിക്ക് ഇപ്പൊ ഒരു വേറെ എന്താ ഭയങ്കര
പിന്നെ വണ്ടി ഓടിയല്ല ഇനി ഓടിക്കാം എനിക്ക് ഓടിക്കാൻ കഴിയില്ല എനിക്ക് വണ്ടി ഡ്രൈവർ ഓടെ വണ്ടി ഓടിക്കാൻ പറ്റൂല ഗൈസ് ലീവാക്കിയത് 2-3 കാര്യം കൂടി ഉണ്ട് അതുകൊണ്ട് ലീവാക്കി അടിപൊളിയല്ലേ പിന്നല്ല പടം എങ്ങനെയുണ്ട് പടം മമ്മൂട്ടി ഫാൻസ് പടം എങ്ങനെയുണ്ട് സത്യം പറയണോ തൂക്കിയിട്ടില്ല പടം തൂക്കി ഓവറോൾ തൂക്കിയോ ഇല്ലയോ നല്ലത് ഓടാ അനക്ക് ഇതാ പെട്ടെന്ന് എൻ്റെ മോനെ ദൃശ്യം 3 അടിപൊളി പടാട്ടോ എല്ലാവരും പറ്റുന്ന എല്ലാവരും പോയി കാണുക ദൃശ്യം 1 ഞാൻ പറയാൻ പറ്റില്ല 2-നെക്കാട്ടും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി അത്രയ്ക്ക് നല്ല പടം ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞ സംഭവത്തിൽ പടം ഒരു സ്മൂത്തിൽ പോന്ന ഫസ്റ്റ് ഹാഫിൽ അതിന് ശേഷമാണ് ജിത്തു ജോസഫിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഐറ്റം ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാനതിന് കൂടുതൽ പറയുന്നത് എല്ലാവരും പോയി കാണും അത്രയ്ക്ക് നല്ല ടോപ്പ് പടം എന്നാ പറയേണ്ടതിൽ കൂടുതൽ ലാലേട്ടൻ എനിക്ക് പടം കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ് അത്രയ്ക്ക് ത്രില്ലിലായിപ്പോയി അത്ര ഇങ്ങനെ വിറയൊക്കെ വന്ന് പൊളിപ്പടം ഒന്നും പറയാനില്ല പിന്നെ എൻ്റെ ഫസ്റ്റ് ഫാൻ ഷോൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പറയുക അത്രയ്ക്ക് വലിയൊരു സെറ്റപ്പായിട്ടൊന്നും ഫാൻ ഷോ പരിപാടി ഉണ്ടായിട്ടില്ല അത് ദൃശ്യം പോലത്തെ പടമായതുകൊണ്ടായിരിക്കാം അത്ര വലിയ ഹൈപ്പൊന്നും ഉണ്ടായില്ല എന്നാലും ഫാൻ ഷോന് അത്യാവശ്യം സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു പൊട്ടാസൊക്കെ പൊട്ടിക്കലെല്ലാം ഉണ്ടായിരുന്നു പടം കഴിഞ്ഞിട്ട് പിന്നെ ലഡു ഇതായിരുന്നു അത്രയൊക്കെ തന്നെ നൈസൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു അപ്പം ഇതെൻ്റെ യൂട്യൂബിൽ ഞാനിടുന്ന ആദ്യത്തെ ഒരു ഫുൾ വ്ളോഗായിരിക്കും മറ്റൊന്ന് ആൾക്കാരിലും കാണും ഇതത്ര അടിപൊളി വ്ളോഗാണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് അഭിപ്രായം പറയുക എല്ലാവരും ഓക്കെ ശരി എന്നാൽ ബൈ കാണാം